നന്നായിട്ട് കാണാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുന്നുണ്ട്. അധിക വില കൊടുത്തും ഈ ദിവസം രാത്രിയും പകലും നമുക്ക് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നടപ്പിലാവും. അതിപ്പോ പകൽ സമയത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ലോകകപ്പ് വരുമ്പോഴും കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ട്, പീക്ക് അവറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മാത്രമായിട്ട് പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി വൈദ്യുതി മന്ത്രി എം.എം. പറയുന്നത് സണ്ണി ജോസഫിന് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. അതായത് ഞാൻ ഏതായാലും ചോദ്യം മനസ്സിലായിരുന്നു. മണിയാശാന് ഞാൻ ശിഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയാൻ എന്റെ നാവിന് ശക്തിയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. വാട്ട് ദേ ഹാവ് ഡൺ? എന്ത് ചെയ്തു? പവർ കട്ട് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ നിങ്ങൾക്ക് ഇട്ടു തന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് അതിന് മുൻപായിട്ട് ഏപ്രിൽ മാസത്തിൽ പവർ കട്ട് ഇല്ലായിരുന്നു. കൃഷ്ണൻകുട്ടിക്കെതിരെ വിമർശനം വന്നില്ലേ? ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഏപ്രിൽ 22 മുതൽ 27 വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. മെയ് 11, 12 തീയതികളിലുണ്ടായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഗവൺമെന്റ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 18-നാണ്. എനിക്ക് ആ ചാർജ് കിട്ടുന്നത് അതിന് ശേഷമാണ്. ആ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ കെ.എസ്.യുവിന്റെയും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് ഇതൊരു പവർ കട്ടാണെന്നാണ്. ഇപ്പൊ പറയുന്നത് അത് പവർ കട്ടല്ല. അതിനൊക്കെ ആളുകൾ വിദ്യുദ്ധരിച്ച് എല്ലാ നിയന്ത്രണത്തെയും ഒരു കാറ്റ് വന്ന് മരം വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും അതിന് പവർ കട്ടെന്നാണ് ആളുകൾ വിളിക്കുന്നത്. ടെക്നിക്കലി അതിന് വേറെ ഡെഫിനിഷനൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഇല്ല, അതൊക്കെ യോജിച്ചു പോകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ നേതാക്കളും പരസ്യമായിട്ട് തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പരസ്യമായിട്ട് അതൊക്കെ അവസാനിപ്പിക്കണം, യോജിച്ചു പോകണം. വിമർശനങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ഒതുക്കി നിർത്തണം. പരസ്യ വിമർശനങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയാം. എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അവരെ ചില പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതാണ്.